ഇപ്പോൾ വരുന്നു കസ്റ്റഡിയിലില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിലില്ല എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, പോലീസ് കസ്റ്റഡിയിൽ രാഹുൽ ഇല്ല എന്നുള്ള തീരുമാനമായോ? തീർച്ചയായും ഇത്രയും നേരം ഉണ്ടായിരുന്നതൊക്കെ വെറും നാടകം മാത്രമായിരുന്നു. അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘത്തെ ഹോസ്ദുർഗ് കോടതിയുടെ മുന്നിൽ വിന്യസിക്കുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർക്കിടയിൽ കഥ പ്രചരിക്കുന്നു. ആ കഥയാണ് പിന്നീട് ചില മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് ഡിവൈഎഫ്ഐയും ബിജെപിയുടെയും പ്രവർത്തകർ സംഘടിക്കുകയും അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നില്ല. ഡിജിപിയോ ജില്ലാ പോലീസ് മേധാവിയോ അതുപോലെ കണ്ണൂർ ഡിഐജിയോ ഇത് സംബന്ധിച്ച കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും നൽകുന്നില്ല. അവരൊക്കെ ഈ കസ്റ്റഡി വാർത്ത നിഷേധിക്കുകയാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അത് പൂർണ്ണമായും സ്ഥിരീകരിക്കാം. പോലീസ് ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നു അങ്ങനെ ഒരു കസ്റ്റഡി ഇല്ല. അത്തരമൊരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന്, അത്തരത്തിലൊരു കസ്റ്റഡി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. മാത്രമല്ല, നമുക്കിപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കേവലം വിരലിലുണ്ടാവുന്ന പോലീസുകാരെ മാത്രം അവിടെ പോസ്റ്റ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അരി മൂഞ്ചി മണ്ണെണ്ണ മൂഞ്ചി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പോ പൊതിച്ചോറും മൂഞ്ചി. ഇന്നലെ മാപ്രകൾ വലിയ ചർച്ച. എപ്പോഴാ ചർച്ച? ഇന്നലെ 2:30 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിച്ചതായിട്ടുള്ള വിധി വരുന്നു. അത് കഴിഞ്ഞ് തൊട്ട് സെക്കൻഡുകൾക്കുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ എന്നല്ല, ആ വാർത്ത പുറത്തു വരുന്നതിന്റെ അല്ലെങ്കിൽ ആ ഒരു വിധി വന്ന് സെക്കൻഡുകൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ടുള്ള വാർത്തയും വരുന്നു. അത് കോൺഗ്രസിന്റെ നേതൃത്വം സ്ഥിരീകരിക്കുന്നു, എല്ലാവരും അത് സ്ഥിരീകരിക്കുന്നു. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോ, എന്ന് പറഞ്ഞാൽ ഒരു 6 മണി ഒക്കെ കഴിഞ്ഞ് സമയമായപ്പോ കാഞ്ഞങ്ങാട്ടെ ഹൊസ്ദുർഗിലെ കോടതിക്ക് മുന്നിൽ വലിയ ഒരു നാടകം. എന്താണ് ആ സമയത്ത് വാർത്ത? രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ, ഉടനടി കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ. ഇത് കണ്ട ഡിവൈഎഫ്ഐയുടെ കുട്ടന്മാരെ പൊതിച്ചോറുമെടുത്ത് നേരെ കോടതിക്ക് മുന്നിലേക്ക് അവര് വരുമ്പോ അവിടെ സംഘിക്കുട്ടന്മാര് ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധം. അങ്ങനെ കുറെ നേരം അവിടെ പ്രതിഷേധം. ഡിവൈഎഫ്ഐയുടെ കുട്ടന്മാര് പൊതിച്ചോറും പിടിച്ചുകൊണ്ട് പ്രതിഷേധം. എന്തിനാ പ്രതിച്ചോറ്? അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയിലഴിക്കുള്ളിൽ കഴിക്കാനുള്ളതാണ്. ആരാണ് ഇവരെ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടം കസ്റ്റഡിയിൽ. മാപ്രകൾ പണി കൊടുത്തു. മാപ്രകൾ പറഞ്ഞത് കേട്ടിട്ട് പൊതിച്ചോറുമായിട്ട് കോടതിക്ക് മുന്നിൽ പോയി നിന്നവർ മൂഞ്ചി, അടപടലം മൂഞ്ചി എന്ന് പറഞ്ഞാൽ അടപടലം മൂഞ്ചി. കുറേ നേരം അവിടെ നിന്ന് പൊതിച്ചോറും പിടിച്ചിട്ട് അവസാനം നിന്ന നിപ്പിൽ എല്ലാവരും ആ പൊതിച്ചോറ് തുറന്നിട്ട് അതിൽ കൈവച്ച് എല്ലാവരും ഒരു ആശ്വാസത്തിനെന്ന് കണക്കെ ആ പൊതിച്ചോറ് വാരിത്തുന്നു. എന്നിട്ട് കൈ കഴുകിയിട്ട് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. അവിടെ നിന്ന് സ്ഥലം വിട്ടു. പോലീസ് പണ്ടേ സ്ഥലം കാലിയാക്കി. ജഡ്ജി കുറച്ചു നേരം കഴിഞ്ഞപ്പോ ജഡ്ജിയും പോയി. ആരോ എന്തോ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയില്ലെന്ന്. രാഹുൽ എന്താ പൊട്ടനാണോ? രാഹുൽ ഇന്ന് ഇവിടെ ഹൈക്കോടതിയിൽ പോവാ നിൽക്കുക. ജോർജ് പൂന്തോട്ടം ഇന്ന് ഹൈക്കോടതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ പുതിയതൊന്ന് നൽകാൻ നിൽക്കുക. ഇന്നലെ നമ്മള് ഈ വാർത്തകൾ, രാഹുലിന്റെ ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെ അടുത്ത പല വാർത്തകളും കണ്ടു. എന്താണ്? രാഹുൽ അപ്പീലിന് പോകുമെന്ന്. ഇങ്ങനെ അപ്പീലിന് പോകാൻ പറ്റുമോ? മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുക രാഹുൽ അപ്പീലിന് പോകുമെന്ന്. അങ്ങനെ അപ്പീലിന് പോകാൻ പറ്റുമോ? ഇപ്പൊ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യേണ്ടത് അതിന് മുകളിലുള്ള കോടതിയിൽ പോകുന്നത് അപ്പീലല്ല പോകുന്നത്. രാഹുൽ പുതിയ ഒരു ജാമ്യാപേക്ഷയാണ് അവിടെ സമർപ്പിക്കുക. അങ്ങനെയാണ് നിയമം, അങ്ങനെയാണ് ചട്ടം. പക്ഷെ മാപ്രകൾ എന്താ എഴുതി വിടുന്നത്? രാഹുൽ അപ്പീലിന് പോകുമെന്ന്. അങ്ങനെ അപ്പീലിന് പോകാൻ ചട്ടമുണ്ടോ? അങ്ങനെ ഒരു നിയമമുണ്ടോ? ഇല്ല. നിയമം അറിയുന്ന ആരോട് വേണമെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? എന്തിനും ഒന്നില്ലെങ്കിൽ ചാറ്റ് ജിപിടിയോടെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? ഇങ്ങനെ ഒരു ചട്ടമുണ്ടോ? അപ്പീലിന് പോകാൻ പറ്റുമോ? അപ്പീലിന് പോകാൻ പറ്റില്ല. രാഹുൽ ഇനി ചെയ്യേണ്ടത്, ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിൽ ഒരു പുതിയ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയാണ് വേണ്ടത്. അതല്ലാതെ രാഹുലിന് ഇപ്പോ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷ തള്ളിയത് കൊണ്ട് അതിൽ അപ്പീലിന് പോകുക എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തില്ല.
പക്ഷെ മാപ്രകൾ എന്താ എഴുതി വിടുന്നത്? അപ്പീലിന് പോകുമെന്ന്. അതേ മാപ്രകൾ തന്നെ എഴുതി വിട്ടു രാഹുൽ കസ്റ്റഡിയിൽ. കണ്ടപാടെ എന്താക്കി ഡിവൈഎഫ്ഐയുടെ കുട്ടന്മാര് ഒരു പൊതിച്ചോറും കെട്ടിപ്പൊതിഞ്ഞ് കോടതിക്ക് മുന്നിൽ വന്നു നിന്നു. അവസാനം ആ പൊതിച്ചോറ് സ്വന്തം തന്നെ എടുത്ത് തുറന്ന് കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് അവിടെ നിന്ന് സ്ഥലം വിടേണ്ട ഗതികേടുണ്ടായി. അതാ പറഞ്ഞത് ഇപ്പൊ പൊതിച്ചോറും മൂഞ്ചി എന്നുള്ളത്. മനസ്സിലായില്ലേ? അരി മൂഞ്ചി, മണ്ണെണ്ണി മൂഞ്ചി എന്ന് മാത്രമല്ല, അതിന്റെ കൂടെ പുതിയ വാക്ക് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. പൊതിച്ചോറും മൂഞ്ചി. മൂഞ്ചി അത് അവിടെ നിന്ന് മൂഞ്ചിയിട്ട് നക്കിയിട്ട് കൈ കഴുകിയിട്ട് സ്ഥലം വിടേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ രാഹുൽ കസ്റ്റഡിയിലുമില്ല, രാഹുലിനെ ആരും കണ്ടിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ പറയുന്നത് എന്താ? രാഹുലിന്റെ ഫോൺ ഓണായി. വളരെ കുറഞ്ഞ നിമിഷത്തേക്ക് രാഹുലിന്റെ ഫോൺ ഓണായി. ആ ഫോൺ ഓണായത് ലൊക്കേഷൻ സുള്ളിയിലായിരുന്നു. അപ്പോ സുള്ളിയിൽ ലൊക്കേഷൻ കണ്ടപ്പോ വെറും സെക്കൻഡുകൾക്ക് മാത്രം ഫോൺ ഓണായി. ആ ലൊക്കേഷൻ സുള്ളിയ കാണിച്ചപ്പോ എന്ത് ചെയ്തു? ഇവരെല്ലാവരും കസ്റ്റഡിയിൽ ഉടനടി കോടതിയിൽ ഹാജരാക്കും. ഇത് കേട്ടിട്ടാണ് ഡിവൈഎഫ്ഐയുടെ കുട്ടന്മാര് ഈ പറയുന്ന പൊതിച്ചോറുമായി കോടതിക്ക് മുന്നിൽ പോയി നിന്നത്. പക്ഷേ അത് മൂഞ്ചി, അടപടലം മൂഞ്ചി എന്നുള്ളതാണ്. രാഹുൽ ഫോൺ ഓണാക്കിയത് ജോർജ് പൂന്തോട്ടത്തിനെ ബന്ധപ്പെടാനാണ്. കാരണം ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും അപേക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്, അത് ഫയൽ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഫോൺ ഓണാക്കിയത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഫോൺ ഓണാക്കിയത്. അത് ഫോൺ ഓണാക്കി സുള്ളിയിൽ ലൊക്കേഷൻ കണ്ട ഉടനെ രാഹുൽ കസ്റ്റഡിയിൽ നിന്ന് വാർത്ത കൊടുത്ത് ഈ ഡിവൈഎഫ്ഐ പൊട്ടന്മാരാക്കിയത് കേരളത്തിലെ മാപ്രകളാണ്. മാപ്രകൾ പറഞ്ഞത് കേട്ടിട്ട് പൊതിച്ചോറും എടുത്ത് കോടതിക്ക് മുന്നിൽ പോയി നിന്നവർ മൂഞ്ചി, അടപടലം മൂഞ്ചി എന്നുള്ളതാണ്. ഇവർക്ക് മനസ്സിലായിട്ടില്ല. സെഷൻസ് കോടതിയിൽ ഒരു ജാമ്യം നിഷേധിക്കുമ്പോഴേക്ക് അവിടെ തീർന്നു എന്ന് ഇവര് കരുതി. കോൺഗ്രസ് പുറത്താക്കുമ്പോഴേക്ക് അവിടെ തീർന്നു എന്ന് ഇവര് കരുതി. പക്ഷേ രാഹുൽ നിയമത്തിന്റെ വഴിയെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാഹുൽ അടുത്ത കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ നിങ്ങൾ നോക്കിക്കോ, ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഈ പറയുന്ന പുതിയ ജാമ്യാപേക്ഷ കോടതിയിൽ ഹാജരാക്കും. ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് രാഹുലിന്റെ തീരുമാനം. അതിനിടയിൽ ഇപ്പൊ രാഹുൽ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോ അതിനിടയിൽ വലിയ വാർത്തകളാ. മംഗലാപുരത്തേക്ക് കടക്കാനുള്ള വഴി അടച്ചു, കേരളത്തിലേക്ക് വരാനുള്ള വഴിയും അടച്ചു. എല്ലായിടത്തും പോലീസിന്റെ വലിയ സന്നാഹം. രാഹുലിനെ പൊക്കി. ഇത് കേട്ട ദിവിക്കുട്ടന്മാര് ഈ പറയുന്ന പൊതിച്ചോറും എടുത്ത് കോടതിക്ക് മുന്നിൽ എന്തായല്ലേ. അല്ലെങ്കിലും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം രാഹുലിന്റെ മുന്നിൽ വീണ ഒരുത്തനും തല കുനിക്കാതെ, തല താഴ്ത്താതെ രാഹുലിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല. മനസ്സിലായില്ലേ? അയാളുടെ നാമിന് മുന്നിൽ കുടുങ്ങിയ ഒരു ഡിഫിക്കുട്ടന്മാരും തല കുനിക്കാതെ എഴുന്നേറ്റ് പോയിട്ടില്ല. അതായിരുന്നു അവരുടെ ഇത്രയും കാലത്തെ അനുഭവം. അതായിരുന്നു. അപ്പോ ഇവർക്കൊക്കെ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു രാഹുൽ ഒന്ന് വീണ് കാണണം എന്നുള്ളത്. അത് ആഘോഷിക്കണമെന്നുള്ളത് ഇവരുടെ വല്ലാത്ത ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. രാഹുൽ ഒന്ന് വീണപ്പോ പടക്കം പൊട്ടിക്കുന്ന ഡിഫിക്കുട്ടന്മാര്, രാഹുൽ ഒന്ന് വീണപ്പോ ലഡു വിതരണം ചെയ്യുന്ന കുട്ടന്മാര്. കാരണം പാലക്കാട്ട് ഒരുപാട് ലഡു ആ ആറ്റിൽ കൊണ്ടുപോയി കളഞ്ഞതാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ സരിം പറഞ്ഞ കണക്കുകൾ കേട്ടിട്ട്, ഇപ്പൊ ഇന്നലെ മാപ്രകൾ പറഞ്ഞത് കേട്ടിട്ടാണ് പൊതിച്ചോറുമായിട്ട് കോടതിക്ക് മുന്നിൽ പോയിരുന്നെങ്കിൽ അന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ സരിം പറഞ്ഞ കണക്കുകളും കണ്ടിട്ട് ആഘോഷിക്കാൻ വേണ്ടി ലഡു ഓർഡർ ചെയ്തു, അതൊക്കെ വാങ്ങി വെച്ചു. ഒക്കെ എല്ലാ സന്നാഹങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാം സജ്ജീകരിച്ച് ആഘോഷത്തിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റിസൾട്ട് വന്നപ്പോ ആഘോഷം ഇപ്പുറത്തായിരുന്നു. ആഘോഷം രാഹുലിനായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അന്ന് കുറെ ലഡു ആറ്റിൽ കൊണ്ടുപോയി കളഞ്ഞതാണ്. ആ കൊണ്ടുപോയി കളഞ്ഞതിന്റെ സങ്കടമൊക്കെ മനസ്സിനെ വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാ കാലങ്ങളായിട്ട്. അത് പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മാത്രമല്ല, പലപ്പോഴായിട്ട് രാഹുലിന്റെ മുന്നിൽ ചെന്ന് പെട്ടവരൊക്കെ വല്ലാതെ അങ്ങ് വിയർത്തിട്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഇതിന്റെയൊക്കെ വല്ലാത്ത ഒരു സങ്കടം ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പോ കിട്ടിയ അവസരം
അതങ്ങ് ആഘോഷിക്കാമെന്ന് കരുതി. പക്ഷേ അവിടെയും കാലിടറുകയാണ്, അടി തെറ്റുകയാണ് ഡിഫിക്കുട്ടന്മാർക്ക്. അതാണ് ഇന്നലെ കോടതിക്ക് മുന്നിൽ കണ്ടത്. മാപ്രകൾ വാർത്ത കൊടുക്കുന്നു. എന്നാ പിന്നെ ഈ വല്ലാത്തൊരു ബുദ്ധി ലെവലേശം വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാപ്രകൾ വാർത്ത കൊടുക്കുമ്പോ ഇവരുടെ പോലീസാണല്ലോ ഭരിക്കുന്നത്. ഏതെങ്കിലും ഒരുത്തനെ വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ കസ്റ്റഡിയിലുണ്ടോ എന്നൊന്നുള്ള ഒരു സ്ഥിരീകരണം, അതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണ്ടേ പൊതിച്ചോറുമായി കോടതിക്ക് മുന്നിലേക്ക് പോകാന്. അതിനു മുൻപേ കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തു. അതാണ് ഇന്നലെ ഡിഫിക്കുട്ടന്മാര് ചെയ്തത്. രാഹുൽ കസ്റ്റഡിയിലെന്ന് കേട്ടപ്പോഴേക്കും പൊതിച്ചോറുമായിട്ട് ഒരു ഭാഗത്ത് ഡിഫിക്കുട്ടന്മാര്, മറ്റൊരു ഭാഗത്ത് സംഘപരിവാറിന്റെ സംഘി മിത്രങ്ങള് ഒരു ഭാഗത്ത്, ഇവരൊക്കെ കൂടിയിട്ട് കോടതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം. എന്നാൽ രാഹുൽ കോടതിയിലും ഇല്ല, പോലീസിന്റെ കസ്റ്റഡിയിലും ഇല്ല. രാഹുൽ എവിടെ ഉണ്ടെന്ന് പോലീസുകാർക്ക് പോലും അറിയുന്നില്ല. മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നതാ. ഈ നിമിഷം വരെ പിന്നെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി രാഹുൽ. മനസ്സിലായില്ലേ? അപ്പോ അതാണ് അവസ്ഥ. അവസാനം ആ പൊതിച്ചോറും മൂഞ്ചിയിട്ട് കൈ കഴുകിയിട്ട് സ്ഥലം കാലിയാക്കേണ്ട അവസ്ഥ ഇന്നലെ ഡിഫിക്കുട്ടന്മാർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ആഘോഷിക്കാറായിട്ടില്ല മക്കളെ. ആഘോഷങ്ങൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ.